ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫാകാനും പെട്ടെന്ന് ലൂസായി പോവാതിരിക്കാനും വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങൾ നിങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ബൗൾ തണുപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടിയിലായിട്ടൊരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സും അതുപോലെ അതിലോട്ട് അല്പം തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗൾ അതിലോട്ട് ഇറക്കി വെക്കുക. അങ്ങനെ ചെയ്താലും മതിയാവും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം എന്നും ലിക്വിഡ് ഫോമിലുള്ള വിപ്പിംഗ് ക്രീമായിരിക്കണം. അല്ലാതെ നമ്മൾ ഫ്രീസറിൽ വെച്ച വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് എടുത്ത് ബീറ്റ് ചെയ്യരുത്. ഒരു 2 മണിക്കൂറെങ്കിലും താഴെ ഫ്രിഡ്ജിൽ വെക്കുക. ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെക്കുക. ഫ്രിഡ്ജിന് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഐസൊക്കെ അലിന് ഒരു എന്താ പറയുക, ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരു ലിക്വിഡ് ഫോമിലാകുന്ന ടൈമിൽ മാത്രം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുക. ഇതിൻ്റെ തണുപ്പ് മാറാനും പാടില്ല, എന്നാൽ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവാനും പാടില്ല. ആ രീതിയിലുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബീറ്റർ ഓഫ് ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ പോകാനൊന്നും പാടില്ല. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6-7 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് 1-2 മിനിറ്റ് കഴിയുന്തോറും നമ്മൾ സ്പീഡ് കൂട്ടി അവസാനം ഹൈ സ്പീഡിലോട്ട് മാറ്റുക. അല്ലാതെ പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ പതിയെ സ്പീഡ് കൂട്ടിയിട്ട് ലാസ്റ്റ് ഹൈ സ്പീഡിലോട്ട് മാറ്റുക. അതുപോലെ നമ്മൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീം നല്ല ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമായിരിക്കണം. എല്ലാ ബ്രാൻഡിലുള്ള വിപ്പിംഗ് ക്രീമും നന്നായിട്ട് സ്റ്റിഫായിട്ട് വരില്ല. അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെ നോക്കി വാങ്ങിക്കുക. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക. ഞാനിപ്പോൾ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമും അതുപോലെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല വിപ്പിംഗ് ക്രീം ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, എങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടും. നമ്മൾ വിചാരിച്ച പോലെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെ നോക്കി വാങ്ങിക്കുക. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ചിലർ പറയാറുണ്ട്, നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൽ നിന്നും ഫ്ലവറൊക്കെ ഇങ്ങനെ ഒലിച്ച് താഴ്ന്നു പോകുന്നു. അത് നമ്മൾ ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ ഐസിൻ്റെ ക്രിസ്റ്റൽ ഉള്ളതുകൊണ്ട് അത് മെൽറ്റാകുമ്പോഴാണ് ഇതുപോലെ ഒലിച്ച് താവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ലിക്വിഡ് ഫോമിലായ വിപ്പിംഗ് ക്രീം തന്നെ ബീറ്റ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ ഒരിക്കലും അതുപോലെ ഒലിച്ച് താഴ്ന്നു പോവില്ല. അതുപോലെ ഇങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ വരെ നമ്മൾ പുറത്ത് കേക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും ഇത് ലൂസായി പോവില്ല, ഇതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ചിലർ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിലോട്ട് കോൺഫ്ലോർ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മധുരമില്ലാത്ത ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൗഡർ ഷുഗർ ആഡ് ചെയ്യാം. അല്ലാതെ ഐസിങ് ഷുഗറോ പിന്നെ കോൺഫ്ലോറോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ക്രീം തന്നെ ഡയറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒരു 5-6 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ബീറ്റർ ഇതുവരെയായിട്ട് ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം കൊടുക്കുന്ന ടൈമിൽ, ഇതുപോലെ കമിഴ്ത്തുന്ന ടൈമിൽ ക്രീം ഒട്ടും തന്നെ നീങ്ങിപ്പോവുക പോലും ചെയ്യില്ല. ആ രീതിയിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീറ്ററുള്ളത് കാരണം എനിക്കിത് കമിഴ്ത്താൻ പറ്റുന്നില്ല. ഈ ബീറ്ററൊന്ന് നീക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം.
കണ്ടല്ലോ, നന്നായിട്ട് കമിഴ്ത്തി പിടിച്ചിട്ട് പോലും ഈ ക്രീം ഒന്ന് നീങ്ങിയിട്ട് പോലും ഇല്ല. ഈ രീതിയിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഐസ് ക്യൂബ് വെക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, പൗഡർ ഷുഗർ ആഡ് ചെയ്യുകയോ കോൺഫ്ലോർ ചേർക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് കണ്ട വീഡിയോ തന്നെയാണ്, ഞാൻ ഓഫ് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിഫായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ നല്ലൊരു എന്താ പറയുക, എളുപ്പമായിരിക്കും. ഞാൻ കേക്കിൽ ഐസിങ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് വാഞ്ചോ കേക്ക്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. 300ഓളം വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓൾ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.